നമസ്കാരം കൂട്ടുകാരെ, നാം ഇന്നിവിടെ 9ാം ക്ലാസ്സിലെ ഗുരുത്വാകർഷണം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ തയ്യാറാണോ? എന്ന് നമുക്ക് തുടങ്ങാം. ആദ്യമായി, നാം എല്ലാം താമസിക്കുന്ന നമ്മുടെ ഭൂമി. ആ ഭൂമി എന്തെല്ലാം വിസ്മയങ്ങളാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്, അല്ലെ? നാം ഇവിടെ നിലനിൽക്കുന്നതും നമ്മൾ നിൽക്കുന്നതും നമ്മൾ ചലിക്കുന്നതും പോരാതെ നമ്മൾ ഈ മഴയൊക്കെ ആസ്വദിക്കാൻ ആ മഴയൊക്കെ താഴോട്ട് വരുന്നു, എല്ലാ വസ്തുക്കളെയും താഴോട്ട് നിലനിർത്തുന്നു. നാം ശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ നമുക്ക് ചുറ്റും ആ വായു, ആ അന്തരീക്ഷമുള്ളതുകൊണ്ടാ. ഇവയൊക്കെ താഴോട്ട് പിടിച്ചു വരുത്തുന്നു. ഇതൊക്കെ ഓരോ വിസ്മയങ്ങളല്ലേ? ഈ വിസ്മയങ്ങൾക്ക് കാരണം ആരാണെന്നറിയോ? നിങ്ങൾക്കറിയാം? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ? നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ ഗുരുത്വാകർഷണ ബലം, അല്ലയോ? കേട്ടിട്ടില്ലയോ? കേട്ടിട്ടുണ്ട്. എന്താണ് ഗുരുത്വാകർഷണ ബലം? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രപഞ്ചത്തിലെ മാസ് ഉള്ള ഏതൊരു രണ്ട് വസ്തുക്കളും അവ തമ്മിൽ അട്രാക്ട് അഥവാ ആകർഷിക്കുന്നത് ഈ ഗുരുത്വാകർഷണ ബലത്താലാണ്. അപ്പൊ ഈ ഗുരുത്വാകർഷണ ബലത്തെ നിർണയിക്കാൻ കുറച്ച് ഘടകങ്ങൾ ഉണ്ടാകത്തില്ലേ? ഏതൊക്കെ ഘടകങ്ങളായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാണ്, ആ വസ്തുക്കളുടെ മാസ് അതിന്റെ ഒരു ഘടകമാകുന്നു. അപ്പോൾ ഘടകം, അതായത് മാസ്, ഒരു വസ്തുവിന്റെ മാസ് എങ്ങനെ അതിനെ ബന്ധിപ്പിക്കുന്നു, അവയെ നിർണ്ണയിക്കുന്നു എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ? നമുക്ക് പറയാം, രണ്ട് വസ്തുക്കൾ മാസ് m1ഉം m2ഉമുള്ള രണ്ട് വസ്തുക്കൾ പറയുന്നത് അവയുടെ ഗുണനഫലത്തിന്റെ അനുപാതത്തിലായിരിക്കും, നേർ അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെയും ഘടകങ്ങൾ ഉണ്ടാവത്തില്ലേ ഇവയെ നിർണയിക്കാനായിട്ട്? ഉണ്ടല്ലേ. അവയിലൊന്നാണ് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്കുള്ള അകലം d ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇവയെ എങ്ങനെ ബന്ധിപ്പിക്കുന്നതായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ അവ തമ്മിലുള്ള ആകർഷണ ബലം കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇതൊരു സമവാക്യ രൂപത്തിൽ പറഞ്ഞാലോ? പറയാം. ഇതിന്റെ ഒരു സമവാക്യ രൂപത്തിലാക്കുന്നത് സർ ഐസക് ന്യൂട്ടൻ ആണ്. അദ്ദേഹത്തിന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്, സാർവിക ഗുരുത്വാകർഷണ നിയമം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. രണ്ട് വസ്തുക്കൾ m1 m2 d എന്ന അകലത്തിലായിരിക്കുമ്പോൾ അവയിലെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് F = g × m1 m2/d² എന്നതാണ്. ഈ സമവാക്യത്തിലെ g എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഇവയുടെ മൂല്യം 6.67 × 10⁻11 Nm²/kg² എന്നതാണ്. അപ്പോൾ ഈ നിയമത്തിലെ F എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലത്തെ സൂചിപ്പിക്കുന്നു. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. m1ഉം m2ഉം രണ്ട് മാസ് ഉള്ള വസ്തുക്കളാണ്. d എന്ന് പറയുന്നത് അവ തമ്മിലുള്ള അകലമാണ്. ഇതിൽ നിന്ന് F = g × m1 m2/d² എന്ന സമവാക്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സമവാക്യത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളുടെ മാസിന് നേർ അനുപാതത്തിലായിരിക്കും, അവയുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കുന്നതാണ്. കൂടാതെ അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ സമവാക്യത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? രണ്ട് വസ്തുക്കളിലെ മാസ് ഉയരുകയാണെങ്കിൽ അതിനോടൊപ്പം ഗുരുത്വാകർഷണ ബലവും ഉയരുന്നതാണ്. എന്നാൽ ഇവ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കൂടുന്നതാണ്. അപ്പോൾ ഒരു ഗുരുത്വാകർഷണ ബലം കൂടുതലായി എവിടെയൊക്കെ കാണാം? ഭാരം കൂടിയ ഒരവസ്ഥയിലും അകലം കുറഞ്ഞ ഒരവസ്ഥയിലും. ശരിയാണ്. ഇത് മാത്രമാണോ നമ്മുടെ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ എന്ന് പറയാൻ? ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്, അല്ലെ? ഈ ആകർഷണ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു വസ്തുവിനെയും
ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതാണ്. ഇതിനൊരു സമവാക്യമില്ലേ? ഒന്ന് ഓർത്ത് പറയാവോ? അതെ, ശരിയാണ്. F സമം G ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു സ്മോൾ m ബൈ R സ്ക്വയർ. ഈ ക്യാപിറ്റൽ M എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭാരവും സ്മോൾ m എന്ന് പറയുന്നത് ഏതൊരു വസ്തുവാണോ അതിന്റെ ഭാരവും R എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരിയാണ്, ഭൂമിയുടെ ആരമാണ്. ഭൂമിയുടെ ആരം എന്ന് പറയുന്നത് ഒരേ മൂല്യമാണോ നമുക്കുള്ളത്? അല്ലല്ലേ. ഭൂമിയുടെ ഷേപ്പ് അഥവാ അതിന്റെ രൂപം എങ്ങനെയാണ്? ഒരു ജിയോയുടെ ഷേപ്പാണ്. ഈ ജിയോയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആരം എന്തെല്ലാം വ്യത്യാസപ്പെടുത്തിയിരിക്കും? ധ്രുവ പ്രദേശങ്ങളിൽ കുറവും ഭൂമധ്യ പ്രദേശങ്ങളിൽ കൂടുതലുമായിരിക്കും ആരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം ധ്രുവ പ്രദേശങ്ങളിൽ ഉയർന്നതും ഭൂമധ്യ പ്രദേശങ്ങളിൽ കുറവുമായി കാണാം. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയുമല്ലേ? ഒരു വ്യക്തി ധ്രുവ പ്രദേശത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഭാരം അളന്ന് ഭൂമധ്യ പ്രദേശത്തേക്ക് നീങ്ങി അവിടെ എത്തിയ ഭാരം നോക്കുമ്പോൾ തുല്യമായി കാണപ്പെടുമോ? ഇല്ല. ഇത് തന്നെയാണ് ഭൂഗുരുത്വാകർഷണ ബലം നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു മേഖല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഗുരുത്വാകർഷണ ബലവും ഭൂഗുരുത്വാകർഷണ ബലവും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, എന്തെല്ലാം സാമ്യതകളുണ്ട്. ഭൂഗുരുത്വാകർഷണ ബലത്താൽ ഭൂഗുരുത്വ ത്വരണത്തിന് ധ്രുവപ്രദേശങ്ങളിലും ഭൂമധ്യ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? ഇതാണ്. ഭൂഗുരുത്വാകർഷണ ബലം ധ്രുവപ്രദേശങ്ങളിൽ ഭൂമധ്യ പ്രദേശങ്ങളേക്കാൾ ഉയർന്നതാണ്. ഇതിനാൽ ഭൂഗുരുത്വ ത്വരണം ധ്രുവപ്രദേശങ്ങളിൽ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഭൂമധ്യ പ്രദേശങ്ങളിൽ 9.79 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. ഇത് ഭൂമിയുടെ ജിയോഡ് ഷേപ്പിനാലാണ്. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്താലോ? നിങ്ങൾക്ക് ചെയ്യാനൊരു പ്രവൃത്തി ഇതാണ്. പട്ടിക തയ്യാറാക്കുക. ഗുരുത്വാകർഷണ നിയമം, ഭൂഗുരുത്വാകർഷണ നിയമം, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇവയുടെ നിർവചനം, ഉദാഹരണങ്ങൾ, ഇവയെല്ലാം അടങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായി തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ഗെയിമിന്റെ ലിങ്ക് ഞാൻ ചുവടെ നൽകിയിരിക്കുന്നുണ്ട്.